ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ട്. വിദ്യാലയങ്ങളിൽ അവസാന കാലം വരെ പഠിക്കുന്നതും അന്യമായ കാര്യങ്ങൾ ആണ്. ലോകവിഭവങ്ങളെല്ലാം അറിയാം. ലോകവസ്തുക്കളെക്കുറിച്ച് നന്നായി അറിവുമുണ്ട്. എന്നാൽ താൻ ആരാണെന്ന സത്യം അറിയുകയില്ല. അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവുമില്ല. എന്തുകൊണ്ടാണ് അന്വേഷണം ഇല്ലാത്തത്? താൻ ആരാണെന്ന് എനിക്കറിയാം എന്ന ധാരണയാണ്. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, നന്നായി അറിയാം. പിന്നെ അറിയുന്ന ഒരു കാര്യം നമ്മൾ അന്വേഷിക്കുകയില്ലല്ലോ. എന്നാൽ നമ്മൾ ഇന്ന് അറിയുന്നത് എൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ അല്ല. ഞാൻ ഈ ദേഹമാണെന്ന ഒരറിവ് മാത്രമേ നമുക്കുള്ളൂ. നാം ഉണ്ടായ നാൾ മുതൽ നീ ആൺകുട്ടിയാണ്, നീ പെൺകുട്ടിയാണ് എന്നല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. ശരീരത്തിന് ആണുമുണ്ട്, പെണ്ണുമുണ്ട്. അപ്പോൾ നാം ധരിച്ചു വശായിരിക്കുന്നു ഞാൻ ഈ ദേഹമാണ് എന്ന്. എനിക്കൊരു പേരുമുണ്ട്. ആ പേര് ചൊല്ലി വിളിച്ചാൽ ഞാൻ വിളി കേൾക്കുന്നു. അപ്പോൾ എൻ്റെ ധാരണ ദേഹം ഞാനാണ് എന്ന് ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. കുട്ടികൾ മുതൽ വൃദ്ധർ വരെ എല്ലാവരും എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഞാൻ ഇന്ന തറവാട്ടിൽ ഇന്ന അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയാണ്, എനിക്ക് ഇന്നവരൊക്കെ ബന്ധുക്കളായുണ്ട്, ഇത്യാദി ധാരണകളെല്ലാം നാം ധരിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. പിന്നെ എന്നെക്കുറിച്ച് എനിക്കറിയില്ലേ? എത്ര കാലമായി ഞാൻ എന്നെ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ ദേഹോഹബുദ്ധിയാണ്, ദേഹമാണ് ഞാൻ എന്നതാണ്. എന്നാൽ എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ തല എന്ന് നാം പറയാറില്ലേ? എൻ്റെ തല എന്ന് പറഞ്ഞാൽ, എൻ്റെ പേന എന്ന് പറഞ്ഞാൽ ഞാൻ പേനയല്ലല്ലോ. എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അത് എൻ്റേതാണ്, ഞാനതിൽ നിന്ന് വ്യത്യാസമാണ്. എൻ്റെ കയ്യെന്ന് പറയുമ്പോൾ ഞാനും കയ്യും രണ്ടാണ്. എൻ്റെ കയ്യാണ്, എൻ്റെ കാലാണ്, എൻ്റെ കണ്ണാണ്. അപ്പോൾ എൻ്റെ ശരീരമാണ്. അപ്പോൾ ഞാൻ ശരീരമല്ലല്ലോ. ഇത് നാം തന്നെ വ്യവഹാരത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നാം അതിനെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. താനാരെന്നാരും തിരഞ്ഞറിയാറില്ല, താൻ അല്ലാതുള്ളതെല്ലാം അറിയാം. താൻ തന്നെയാരാഞ്ഞറിഞ്ഞാലനാത്മാവിൽ തോന്നും അഹംബുദ്ധി തേനുമായും. ഇപ്പോൾ അനാത്മാവായിരിക്കുന്ന ഈ ദേഹമാണ് ഞാൻ എന്ന തോന്നൽ, ഞാൻ യഥാർത്ഥത്തിലുള്ള ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ബുദ്ധി മാഞ്ഞുപോകും. ആ അന്വേഷണം നമുക്കില്ലെങ്കിൽ നമ്മൾ ഈ ദേഹം തന്നെയാണെന്ന് ധരിച്ച് വശായിരിക്കുന്നു. ഇപ്പോൾ നാം ആരും ഇതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കാറില്ല. എന്നെക്കുറിച്ച് എനിക്കറിയാം എന്നാണ് നമ്മുടെ ധാരണ. വാസ്തവത്തിൽ എന്നെക്കുറിച്ച് നാം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നാം ധരിച്ചു വച്ചിരിക്കുന്ന ഞാനല്ല യഥാർത്ഥത്തിലെ ഞാൻ. യഥാർത്ഥത്തിലെ ഞാൻ ആരെന്നറിയുമ്പോൾ ഈ പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്നത് എന്നിലേതൊരു ചൈതന്യമാണോ ആ ശക്തിവിശേഷം തന്നെയാണ് സർവരിലും എന്ന് നമുക്ക് ബോധ്യമാണ്. അല്ലാത്ത കാലം വരെ ഞാൻ ദേഹോഹബുദ്ധിയാണെന്ന്, ഞാൻ ഈ ശരീരമാണെന്ന് ധരിക്കുമ്പോൾ ഞാൻ വേറെ, നീ വേറെ. ഞാനെന്നും എൻ്റേതെന്നുമുള്ള വ്യവഹാരത്തിലൂടെ രാഗദ്വേഷാദികൾ വളർത്തി നാം അത്യന്തം ദുഃഖിതരായി ഭവിക്കുന്നു. ഈ അസ്വസ്ഥത നമ്മളിൽ നിന്നും ഇല്ലാതാകണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള എന്നെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു.
ദേഹം ഞാനല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? എൻ്റെ കണ്ണ്, എൻ്റെ കാല്, എൻ്റെ കയ്യ്, എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഈ ഞാൻ ആരാണ് വാസ്തവത്തിൽ? ഇതാണ് നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. കാരണം നമ്മൾ ഇന്നേ വരെ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചിട്ടില്ല. കാരണം എന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ആ ധാരണ തെറ്റായ ധാരണയാണ് എന്ന് ബോധ്യമാകുമ്പോൾ നമ്മൾ ആരാഞ്ഞു തുടങ്ങും. ഞാൻ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ സാധിക്കും. ഞാനാരെന്നൊന്നു തിരഞ്ഞുകൊണ്ടിടുകിൽ ജ്ഞാനമുദിച്ചിടും. ഞാൻ ആരാണ് എന്ന് തിരയുമ്പോൾ നമുക്ക് ജ്ഞാനം അല്ലെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാകും. ആത്മാവിനെ സംബന്ധിച്ച അറിവ്, അതാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും. അതിനാൽ ആ അന്വേഷണമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനാരെന്നൊന്നു തിരഞ്ഞുകൊണ്ടിടുകിൽ ജ്ഞാനമുദിച്ചിടും. താനാരെന്നാരും തിരഞ്ഞറിയാറില്ല. താനല്ലാതുള്ളതെല്ലാം അറിയാം. താൻ തന്നെ ആരാഞ്ഞറിഞ്ഞാലനാത്മാവിൽ തോന്നുമഹം ബുദ്ധി തേഞ്ഞുമായും